കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണത്തിന്റെ മറ്റൊരു മുഖമാണ് നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റാനുള്ള തീരുമാനമെന്ന് ഡിവൈഎഫ്ഐ. കണ്ണൂരിൽ നെഹ്റു യുവകേന്ദ്രയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. ചരിത്രം വളച്ചൊടിച്ചും കാവ്യവൽക്കരിച്ചും മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്ന് ജില്ലാ സെക്രട്ടറി സരിൻ ശശി ആവശ്യപ്പെട്ടു. നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ ചരിത്രവിരുദ്ധ നടപടിക്കെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കണ്ണൂരിലെ നെഹ്റു യുവകേന്ദ്ര ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ഗ്രാമീണ യുവാക്കൾക്ക് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നെഹ്റു യുവകേന്ദ്ര തുടങ്ങിയതെങ്കിലും അതിന്റെ പ്രവർത്തനം ഇപ്പോൾ പേരിനു മാത്രമാക്കിയിരിക്കുകയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നെഹ്റു യുവകേന്ദ്രയുടെ വെബ്സൈറ്റുകളിലും മറ്റും പേരുമാറ്റിയത്. ഹിന്ദിയിൽ മേര യുവഭാരത് എന്നും ഇംഗ്ലീഷിൽ മൈ ഭാരത് എന്നുമാണ് പുതിയ പേരായി രേഖപ്പെടുത്തിയത്. ചരിത്രത്തെ വക്രീകരിച്ച് കാവ്യവൽക്കരണത്തിനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും സരിൻ ശശി കുറ്റപ്പെടുത്തി. രാജ്യത്ത് ബിജെപിയും ആർഎസ്എസും അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടല്ല ഒരു സ്ഥാപനത്തിന്റെ പേര് മാറ്റുന്നത്. ഇപ്പോൾ അലഹബാദ് എന്ന് പറയുന്ന സ്ഥലം അത് പ്രയാഗരാജ് എന്ന് പറയുന്ന നിലയ്ക്കേക്ക് മാറ്റിയത് ബിജെപിയാണ്. അലഹബാദ് എന്ന പേര് അതൊരു മുസ്ലിം നാമമാണ് എന്ന കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിനെ പ്രയാഗ്രാജായിട്ട് മാറ്റിയിട്ടുള്ളത്. ദീൻദയാൽ ഉപാധ്യായയുടെ പേരിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം വരികയാണ്. ആ സ്റ്റേഡിയവും ആ റെയിൽവേ സ്റ്റേഷനും എല്ലാം വരുമ്പോൾ നേരത്തെ അതിൻ്റെ പേര് മറ്റു പല പേരുകളുമായിരുന്നു, മുസ്ലിം നാമമുള്ള പേരുകളായിരുന്നു. അങ്ങനെ മുസ്ലിം നാമമുള്ള പേരുകളെല്ലാം മാറ്റി അവിടെയെല്ലാം ബിജെപിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർഎസ്എസിൻ്റെ എല്ലാം പേര് കൊണ്ടുവരാൻ ആവശ്യമായ സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയാണ് ചരിത്രത്തിൽ ഇടമില്ലാത്ത ആർഎസ്എസിനെ വർത്തമാനകാലത്ത് തിരികെ കയറ്റാമെന്ന് വളരെ ഫലപ്രദമായിട്ട് ബിജെപിയും ആർഎസ്എസും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ രാജ്യത്ത് അധികാരത്തിലേറിയതു മുതൽ വിവിധ സ്ഥാപനങ്ങളുടെ പേര് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റുകയാണെന്നും സരിൻ ശശി ആരോപിച്ചു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി അഖിൽ, ടി പി നിവേദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പി അൻവീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.